നമസ്കാരം. പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന രാഷ്ട്രീയ സമവാക്യങ്ങൾ പതുക്കെ അഴിയുകയും പുതിയ ചലനങ്ങൾ വ്യക്തമായി കാണാൻ തുടങ്ങുകയും ചെയ്യുന്ന കാലഘട്ടമാണിത്. ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള സർവേകൾ പുറത്തുവിടുന്ന കണക്കുകൾ ഈ മാറ്റത്തെ സൂചിപ്പിക്കുന്നു. സംസ്ഥാനത്ത് BJP 25% വോട്ട് ഷെയറിലേക്ക് ഉയരുകയാണ്. ഇത് വെറും അക്കമല്ല, മറിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സിൽ നടക്കുന്ന രൂപാന്തരത്തിന്റെ അടയാളമാണ്. ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ BJP ഒരു പാർശ്വശക്തി മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് BJP നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിർണായകമായി ഇടപെടാൻ കഴിയുന്ന നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ മാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ പിണറായി വിജയന്റെ മൂന്നാം ഊഴം എന്ന ആശയം കൂടുതൽ സങ്കീർണമാവുകയാണ്. തുടർച്ചയായി 10 വർഷം ഭരിച്ച LDF സർക്കാരിനെതിരെ രൂപപ്പെട്ടിരിക്കുന്ന ഭരണവിരുദ്ധ വികാരം ചെറിയൊരു വിഭാഗത്തിൽ ഒതുങ്ങുന്നതല്ല. മാസപ്പടി വിവാദം, സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ, സ്വർണ്ണക്കടത്ത് കേസ്, അഴിമതി ആരോപണങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ ശക്തമായ അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുണ്ട്. വികസനവും ക്ഷേമവും ഉയർത്തിക്കാട്ടുന്ന സർക്കാർ വാദങ്ങൾക്കെതിരായി ഭരണം നമ്മളിൽ നിന്ന് അകന്നു എന്നൊരു വികാരം സമൂഹത്തിൽ പല തലങ്ങളിലും കാണപ്പെടുന്നു. ഇതാണ് പുതിയ രാഷ്ട്രീയ സാധ്യതകൾക്ക് വളം നൽകുന്നത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം ഈ മാറ്റത്തിന്റെ വലിയ സൂചനയായി മാറി. തൃശൂരിൽ സുരേഷ് ഗോപി നേടിയ വിജയം ഒരു മണ്ഡല വിജയം എന്നതിൽ ഒതുങ്ങിയില്ല. അത് BJPക്ക് കേരളത്തിൽ രാഷ്ട്രീയമായി നിലയുറപ്പിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസം നൽകി. കേരളം BJPക്ക് വഴങ്ങില്ല എന്ന സ്ഥിരം ധാരണയ്ക്ക് ലഭിച്ച ശക്തമായ മറുപടിയായിരുന്നു ആ ബലം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ ഏകദേശം 17% വോട്ട് പല നിയമസഭാ മണ്ഡലങ്ങളിലും പാർട്ടിയുടെ വോട്ട് നില ഗണ്യമായി ഉയർത്തി. അതാണ് ഇന്ന് 25% എന്ന കണക്കിലേക്ക് നയിക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. സർവേ കണക്കുകൾ നോക്കുമ്പോൾ BJPയുടെ വളർച്ച തലസ്ഥാന നഗരത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്ന് വ്യക്തമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലും നിയമസഭാ മണ്ഡലങ്ങളിലും നേടിയ സ്വാധീനം ഇപ്പോൾ പത്തനംതിട്ട, ആറ്റിങ്ങൽ, പാലക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് CPMന്റെ ശക്തി കേന്ദ്രങ്ങളായി കരുതപ്പെടുന്ന കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ പോലും BJPക്ക് വോട്ട് വർദ്ധിക്കുന്നത് ഇടതുപക്ഷത്തിന് വലിയ മുന്നറിയിപ്പാണ്. കേരളത്തിലെ വോട്ടർമാർ, പ്രത്യേകിച്ച് യുവതലമുറ BJPയിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. 10 വർഷത്തെ തുടർച്ചയായ ഭരണം കൊണ്ടുണ്ടായ ക്ഷീണം ഒരു കാരണമാണ്. എന്നാൽ അതിലുപരി ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യയെ ശക്തമായ രാജ്യമായി ഉയർത്തുന്നുവെന്ന നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ യുവാക്കൾക്കിടയിൽ സ്വാധീനം ചെലുത്തുന്നുമുണ്ട്. വന്ദേ ഭാരത് ട്രെയിനുകൾ, ദേശീയപാത വികസനം, അടിസ്ഥാന സൗകര്യ മേഖലകളിൽ നടന്ന മാറ്റങ്ങൾ എന്നിവ കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളായി BJP പ്രചരിപ്പിക്കുന്നു. മോദി ഗ്യാരണ്ടി എന്ന ആശയം സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും എത്തിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. കേരള രാഷ്ട്രീയത്തിലെ മറ്റൊരു ശ്രദ്ധേയമായ മാറ്റം ക്രൈസ്തവ സഭകളുടെ സമീപനമാണ്. പരമ്പരാഗതമായി UDFനോട് അടുത്ത് നിന്നിരുന്ന സഭകൾ ഇന്ന് BJPയോട് പൂർണ്ണമായി എതിർപ്പ് പുലർത്തുന്നില്ല എന്നതാണ് രാഷ്ട്രീയമായി പ്രധാനപ്പെട്ടത്. ലവ് ജിഹാദ്, വഖഫ് നിയമം തുടങ്ങിയ വിഷയങ്ങളിൽ സഭകൾ ഉയർത്തുന്ന ആശങ്കകൾക്ക് മറുപടി നൽകാൻ BJP ശ്രമിക്കുന്നതും ആ ശ്രമങ്ങൾ ചില തലങ്ങളിൽ അനുകൂലമായി സ്വീകരിക്കപ്പെടുന്നതുമാണ് കാണുന്നത്. ഇതിന്റെ ഫലമായി BJPക്ക് ലഭിക്കുന്ന പിന്തുണ ഹിന്ദു വോട്ടുകളിൽ ഒതുങ്ങുന്നതല്ല. ഇന്ന് BJPയിലേക്ക് പോകുന്ന വോട്ടുകൾ വിവിധ സാമൂഹിക വിഭാഗങ്ങളിൽ നിന്നുള്ളതാണ്. മധ്യവർഗം, യുവാക്കൾ, സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർ, പുതിയ തൊഴിൽ സംസ്കാരത്തിലേക്ക് മാറുന്നവർ, ഓൾ ദീസ് സെക്ഷൻസ് ആർ ഷോയിങ് എ ഷിഫ്റ്റ് ഇൻ പൊളിറ്റിക്കൽ പ്രിഫറൻസ്. ഇത് CPMനും കോൺഗ്രസിനും ഒരുപോലെ ആശങ്കയുണർത്തുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ച് CPMന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിൽ BJP വോട്ട് ഉയരുന്നത് പാർട്ടിയുടെ അടിത്തറയിൽ വിള്ളൽ വീഴുന്ന സൂചനയാണ്. ദേശീയ തലത്തിൽ BJP വലിയ ശക്തിയാണെങ്കിലും കേരളം ഇതുവരെ പാർട്ടിക്ക് അനുകൂലമായിരുന്നില്ല. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ യാഥാർത്ഥ്യം മാറ്റി എഴുതേക്കാമെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വടക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയം കേരളത്തിൽ പകർത്താനാവില്ല എന്ന വാദം ശക്തമായിരുന്ന കാലം കഴിഞ്ഞു. BJP സംസ്ഥാനത്ത് തന്റെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മാറ്റുകയാണ്. സിനിമ, സാംസ്കാരിക രംഗത്ത് സ്വാധീനമുള്ള വ്യക്തികളെ മുന്നോട്ട് കൊണ്ടുവരുന്ന നീക്കം അതിന്റെ ഭാഗമാണ്. സുരേഷ് ഗോപിയുടെ വിജയം നൽകിയ സന്ദേശം പാർട്ടി ഗൗരവത്തോടെ ഏറ്റെടുത്തിട്ടുമുണ്ട്. ഉണ്ണി മുകുന്ദൻ പോലുള്ള ജനപ്രിയ മുഖങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരുമെന്ന അഭ്യൂഹങ്ങളും ഈ പശ്ചാത്തലത്തിൽ ഉയരുന്നുണ്ട്. വികസനവും ദേശീയതയും കേന്ദ്ര വിഷയങ്ങളാക്കി BJP മുന്നേറുമ്പോൾ കേരള രാഷ്ട്രീയം കൂടുതൽ കടുത്ത മത്സരങ്ങളിലേക്കാണ് നീങ്ങുന്നത്. BJPയുടെ 25% വോട്ട് ഷെയർ പിണറായി സർക്കാരിന്റെ ഭരണ പ്രതിച്ഛായയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. ഇതൊരു സർവേ മാത്രമായി കണക്കാക്കാൻ കഴിയില്ല. സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭാവി മാറ്റിയെഴുതിയേക്കാവുന്ന മുന്നറിയിപ്പാണിത്. കേരളം മുഴുവൻ താമര വിരിയുമോ എന്ന ചോദ്യം ഇനി തള്ളിക്കളയാൻ കഴിയില്ല. കാരണം കേരള രാഷ്ട്രീയം ഇതിനകം തന്നെ മാറി തുടങ്ങിയിരിക്കുന്നു. ആ മാറ്റത്തിന്റെ ദിശ എവിടേക്കാണെന്ന് അടുത്ത തിരഞ്ഞെടുപ്പുകൾ വ്യക്തമാക്കും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.